تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ മുതഅല്ലിം സുഹൃത്തുക്കളെ, വിധികർത്താക്കളെ, ഇബ്തിഹാദിന്റെ മനോഹരമായ വേദിയിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ആഗതനായിരിക്കുന്നത് ഒരു പ്രസംഗം പറയുന്നതാണ്. എന്റെ വിഷയം നബിയോടുള്ള സ്നേഹം ഒരു വിശ്വാസിയുടെ അടയാളം. ഈ വിഷയത്തെ ആസ്പദമാക്കി അല്പം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, സ്നേഹം എന്നാൽ അതൊരു വികാരമല്ല, അത് ആത്മാവിന്റെ സംഗീതമാണ്. എന്നാൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്നേഹം എന്നാൽ അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അടങ്ങാത്ത അനുരാഗമാണ്. ഈമാനിന്റെ മാധുര്യം പകരണമെങ്കിൽ ഹൃദയത്തിൽ നബിയോടുള്ള സ്നേഹം തിരതല്ലണം. ആ സ്നേഹം ഒരു അലങ്കാരമല്ല, മറിച്ച് ഒരു വിശ്വാസിയുടെ നിലനിൽപ്പിന്റെ ആധാരമാണ്. വിശ്വപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ അരുളുകയുണ്ടായി. قال رسول الله صلى الله عليه وسلم لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. നിങ്ങൾ തന്റെ മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും സർവ്വ മനുഷ്യരെക്കാളും പ്രിയപ്പെട്ടവൻ ഞാനാകുന്നത് വരെ അവൻ പൂർണ്ണ വിശ്വാസിയാവുകയില്ല. ഇതൊരു ചെറിയ കാര്യമല്ല. നമ്മുടെ ജീവന്റെ സ്പന്ദനങ്ങളിൽ അവിടുത്തെ സ്നേഹം അലിഞ്ഞു ചേർന്നിരിക്കണം. സഹാബികൾ ഈ സ്നേഹത്തിന്റെ ആൾരൂപങ്ങളായിരുന്നു. ഉഹദ് യുദ്ധക്കളത്തിൽ വെച്ച് പല്ല് തകർക്കപ്പെട്ട പ്രവാചകനെ കണ്ടപ്പോൾ സ്വന്തം ദേഹം പരിചയാക്കി മാറ്റിയ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ വേർപാടിനെ എതിർപ്പുകഞ്ഞ ബിലാൽ ഇബ്നു റബാഹ് തങ്ങളും നമുക്ക് കാണിച്ചു തരുന്നത് സ്നേഹത്തിന്റെ വിവിധ രൂപങ്ങളാണ്. സത്യവിശ്വാസി പോലുമല്ലാത്ത ശ്രീനാരായണ പ്രവാചകൻ തിരുമേനിയെ കുറിച്ച് പറഞ്ഞത് പുരുഷാകൃതി പൂണ്ട ദൈവമോ ദിവ്യാകൃതി പൂണ്ട ധർമ്മമോ മണിമുത്തരത്നമോ. അതേ മദീനയിലെ ആ രാജകുമാരൻ പഠിപ്പിച്ചത് വെറുപ്പിന്റെ പാഠങ്ങളല്ല, മറിച്ച് കാരുണ്യത്തിന്റെ ഭാഷയാണ്. ആ കാരുണ്യത്തിന്റെ കടലുകളിൽ കുളിക്കാത്ത ഒരാൾക്കും ഇസ്ലാമിന്റെ സൗന്ദര്യം ദർശിക്കാനാവില്ല. നബിയോടുള്ള സ്നേഹം ഒരു വാചകടിയിലോ ആഘോഷത്തിലോ ഒതുങ്ങേണ്ടതല്ല, മറിച്ച് അവിടുത്തെ ചര്യകളെ അഥവാ സുന്നത്തുകളെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നതിലാണ് യഥാർത്ഥ സ്നേഹം കുടികൊള്ളുന്നത്. അതുകൊണ്ട് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകും അല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബകും വല്ലാഹു ഗഫൂറുർ റഹീം. നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നബിയെ പിന്തുടരുവിൻ, എങ്കിൽ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കുന്നതാണ്. ഓരോ വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃകയുണ്ടെങ്കിൽ അവിടെയാണ് സ്നേഹം പൂവണിയുന്നത്. അവിടുന്ന് കാണിച്ചു തരുന്നു വിനയം, ക്ഷമ, സ്നേഹം, വിശ്വസ്തത നമ്മുടെ ജീവിതത്തിന്റെ ഭാഗങ്ങളാണ്. പ്രിയമുള്ളവരെ, ഇരുളടഞ്ഞ ലോകത്ത് പ്രകാശമായി വന്ന ആ തിരുദൂതരോടുള്ള സ്നേഹം നമ്മുടെ ഖബറിലും പരലോകത്തും നമുക്ക് തുണയാകും. ഒരു വിശ്വാസിയുടെ തിരിച്ചറിയൽ രേഖ അവിടത്തോട് അടങ്ങാത്ത പ്രണയമാണ്. നമ്മുടെ ഖൽബുകളിൽ ആ സ്നേഹത്തിന്റെ കനൽ ഒരിക്കലും കെട്ടുപോകാതെ സൂക്ഷിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.